അരനൂറ്റാണ്ട് മുന്നേ സുമംഗല സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയെന്ന് എഴുത്തുകാരി ഡോക്ടർ ജാനകി പറഞ്ഞു. വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച സുമംഗല സ്മൃതി പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. പ്രശസ്ത ബാലസാഹിത്യകാരിയായ സുമംഗല എന്ന തുല്യനാമത്തിൽ കഥകൾ രചിച്ച ലീല നമ്പൂതിരിപ്പാട് എന്ന വിദുഷിയായിട്ടുള്ള ആളെ കണക്കാക്കുന്നത്. അവരുടെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എനിക്ക് സന്ദർഭം കിട്ടിയതിനും അവസരം തന്നതിനും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ ഓർമ്മകൾ എൻ്റെ ബാല്യവുമായി കെട്ടിപ്പിടുന്നത് കിടക്കുന്ന ഓർമ്മകളാണ്. നാരായണ മാഷ് എൻ്റെ സംഗീത അധ്യാപകനാണ്. ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു. 50 വർഷം മുമ്പ് ചെണ്ട എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സുമംഗല പാട്ടെഴുതിയതെന്നും അവർ പറഞ്ഞു. കഥകളി സൈദ്ധാന്തികനും എഴുത്തുകാരനുമായ കലാമണ്ഡലം MPS നമ്പൂതിരി സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അതല്ല ഒരു കാര്യമില്ല, ഒന്നും MPS എഴുതി ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷേ കാപ്പ തൊട്ടാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മേന്മയുണ്ടാവും. എനിക്കെന്താ മനസ്സിലാവണില്ല. അവർ പറഞ്ഞു ഒരു കാര്യം MPS പോയി കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കിയിട്ട് അദ്ദേഹത്തിന് കൈ കൊടുത്തു. അതിന് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, ഒരു 2-3 മണിക്കൂർ കഴിച്ചൊന്ന് വരും. ഗായത്രി ഗോപകുമാർ, ലിസി കോര, PK സുബ്രഹ്മണ്യൻ, MK ഉസ്മാൻ, D അഷ്ടമൂർത്തി, ദേശമംഗലം നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. മികച്ച വായനക്കാരനും സുമംഗലയുടെ മകനുമായ അഷ്ടമൂർത്തി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരം കൈമാറി. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.